ഹായ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ കാത്തുമോളെ കുട്ടിക്കുറുമ്പും പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ. രാവിലെ തന്നെ നമ്മളെ കാത്തുമ്പതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക. എന്തിനാ വെളിയിലോട്ട് കറങ്ങാൻ പോകാൻ. പക്ഷെ മഴയും മഞ്ഞൊക്കെ കാരണം നമ്മളെ വെളിയിലോട്ടൊന്നും ഇറക്കിയില്ല ഇന്ന്. കാത്തുമോളെ രാവിലത്തെ കറക്കമൊക്കെ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം മഴയൊക്കെ അല്ലേ, വെറുതെ എന്തിനാ പനിയൊക്കെ വരുത്തി വെക്കുന്നത്. അങ്ങനെ നേരെ വന്ന് ചായയൊക്കെ ഒഴിച്ച് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന്. രാവിലെ എന്തായാലും ഒരു ചൂട് ചായ അത് മസ്റ്റാണ്. കാത്തുമ്മയാണെങ്കിൽ ഇതാ മുകളിലോട്ടും ഫോണിലോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാത്തു ഫോണിലൊക്കെ നോക്കാറുണ്ട്. കാരണം കാത്തുവിൻ്റെ അച്ഛൻ കാത്തുവിന് 1 മാസം ആയപ്പോഴാണ് തിരിച്ച് ഗൾഫിലോട്ട് പോയത്. അപ്പോൾ ഡെയിലി വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞിനെ കാണും. അപ്പോൾ കാത്തുമ്മ നോക്കി നോക്കി ഇപ്പം അതൊരു ശീലമായി. കാത്തുമോളാണെങ്കിൽ ഇതാ അമ്മാമ്മയുടെ മടി കയറി ഇരുന്നിട്ട് നല്ല കളിയും ചിരിയുമാണ്. ആൾ രാവിലെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. തറയിലൊക്കെ ഇറക്കി വിട്ട് ഇപ്പം അവിടെ കിടന്നും കളിച്ചോളും. അങ്ങനെ എന്നത്തെ പോലെ ഇന്നും കാത്തുൻ്റെ ഒരു കളിക്കാൻ ഞാൻ തന്നെ അങ്ങ് ഇരുന്നു. എന്നും രാവിലെ ഇതൊരു പതിവാണ്. പിന്നെ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കും. കാത്തുൻ്റെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എവിടെ നിന്ന് കിട്ടാനാ. കാത്തുമോക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്നതും കേട്ട് ആരെങ്കിലും കൂടെ ഉള്ളതാണ് അവൾക്കും ഇഷ്ടം. ഒന്നല്ല ഒന്നിൽ കൂടുതൽ പേരായ അത്രയും സന്തോഷം. കാത്തൂനാണെങ്കിൽ ഈ 2 ടോയ് ഒരുപാട് ഇഷ്ടം. അമ്മയാണെങ്കിൽ ഓച്ചിറ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തേ. അന്ന് തൊട്ട് കാത്തൂന് ഫുൾ ടൈം ഇത് മതി. കാത്തൂന് ഈ ടോയാണ് നമ്മൾ കളിക്കാൻ കൊടുക്കുന്നതെങ്കിൽ കൂടെ ഒരാൾ എന്തായാലും വേണം. കാരണം ഈ ചെണ്ടകൊട്ട് നിൽക്കും തോറും അവൾ നമ്മളെ നോയിക്കൊണ്ടേ ഇരിക്കും അടുത്തത് കൊട്ടിക്കൊടുക്കാൻ. കാത്തുവാണെങ്കിൽ ആ ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അതിൽ തന്നെ നോക്കിയിരിക്കും. 2 ഉണ്ട കണ്ണ് ഉരുട്ടി കണ്ണ് മാറ്റത്തേ ഇല്ല. അവൾ നോക്കിയിരുന്ന് കളിക്കുന്ന കാണാനും ഒരു രസമാണ്. അത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം. പിന്നെ ഇതൊന്നും എടുത്ത് കൈ കൊടുക്കാൻ പറ്റത്തില്ല. കൈ കൊടുത്താൽ അപ്പം അവളത് വായി കയറ്റും. ഇങ്ങനെ രാവിലെ കാത്തുമ്മയായിട്ടുള്ള കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കാത്തും കൂടെ നേരെ പുറത്തോട്ട് പോയിട്ടുണ്ട്. കാരണം രാവിലത്തെ ആ ഒരു സങ്കടം അങ്ങ് മാറ്റണ്ടേ. ഇപ്പോഴാകുമ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്, മഴയും ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ ആ മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. കാത്തുവിനെ പറ്റിക്കാൻ വേണ്ടി, വേറൊന്നുമല്ല. പിന്നെ രാവിലത്തെ നടത്തമൊക്കെ അവിടെ അങ്ങ് തീർന്നു. പിന്നെ നേരെ കാത്തുമ്മേനെ കൊണ്ടങ്ങ് ഉറക്കി. കാരണം കാത്തുവിന് ഉറങ്ങാനുള്ള സമയമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ ദാ അമ്മ കാപ്പിക്കുള്ള കറിയൊക്കെ തയ്യാറാക്കുക. ഇന്ന് ഇടിയപ്പവും കുറുമക്കറിയായിരുന്നു. അങ്ങനെ കുക്കറിൽ തന്നെ അമ്മ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. പക്ഷെ ടേസ്റ്റിന് ഒരു കുറവും കാണത്തില്ല. ഞാനാണെങ്കിൽ ഇതാ കോവയ്ക്കൊക്കെ പറിച്ചെടുക്കുകയാണ്. നമ്മളെ വീട്ടിൽ പിടിച്ചാൽ തന്നെ ആദ്യമൊക്കെ നല്ല വലിയ കോവയ്ക്കായിരുന്നു. ഇപ്പം ദാ കുഞ്ഞു കുഞ്ഞായി വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്നും പറിക്കത്തുമില്ല. മിക്ക ദിവസവും പഴുത്തു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അമ്മ പറഞ്ഞ് ഇന്ന് എന്തായാലും അങ്ങ് പറിച്ചെടി, ഒന്നെങ്കിൽ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ അത് വീഴ്ക്ക് വരട്ടാന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരു നേരത്തേക്ക് ഇത് തന്നെ ധാരാളം. അമ്മയാണെങ്കിൽ തകർത്ത് പാചകത്തിലാണ്. ഉച്ചക്കത്തേക്കുള്ളതും രാവിലത്തേക്കുള്ള എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കാത്തുമ്മേനെ പോയി നോക്കിയപ്പോൾ ദാ കമന്ന് കിടന്ന് ഉറങ്ങുന്നു. ഞാൻ നേരെ കിടത്തിയിട്ട് പോയതാണ്. ഈ കാത്തുമ്മയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ്, കമന്നേ കിടക്കും. ഇന്ന് ഉച്ചത്തേക്ക് അച്ഛൻ ദാ മത്തിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. മത്തിയാണെങ്കിൽ കുറച്ചേ ഉള്ളായിരുന്നു. ഇപ്പം മീനൊന്നും കിട്ടാനേ ഇല്ല, മഴയൊക്കെ അല്ലേ. അമ്മ ദാ കാപ്പിക്കുള്ള കറിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കാപ്പി കുടിച്ചാൽ മാത്രം മതി. പക്ഷേ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, തൂക്കലും തുടയ്ക്കലും ഒക്കെ ആയിട്ട്. നമ്മളെ കാത്തും എണീച്ച് ഇതൊന്നും നടക്കത്തില്ലല്ലോ. ഇപ്പം ദിവസവും 2 നേരമെങ്കിലും തുടയ്ക്കണം. കാരണം നമ്മളെ കാത്തുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തറയിൽ കിടത്തിയാലും അവൾ ഇഴഞ്ഞിഴഞ്ഞങ്ങ് പോവും. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ നേരെ കാപ്പി കുടിക്കാൻ വന്നിട്ടുണ്ട്. അമ്മയുടെ ജോലി ഇപ്പോഴും അവിടെ നടക്കുക. നല്ല ഇടിയപ്പവും കുറുമക്കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇടിയപ്പവും കറിയൊക്കെ. കാത്തുമോള് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ ഇരുന്നാണ് കഴിച്ചത്. കാരണം എന്നും ഇത് നടക്കത്തില്ലല്ലോ. അവൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കഴിച്ചങ്ങ് എണീക്കും. നേരെ ചെന്ന് കാത്തുവിനുള്ള കുറുക്കൻ റെഡിയാക്കി കാത്തുമോക്ക് അത് കൊടുക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എങ്ങ് കുളിപ്പിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ ദാ അമ്മ ഉച്ചത്തേക്കുള്ള പുളിശ്ശേരിയും നല്ല മത്തിക്കറി, അതും പുളിമുളക് കറിയായിരുന്നു. എനിക്ക് എരിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് പുളിമുളകൊക്കെ വെക്കാറുണ്ട്. അമ്മയാണെങ്കിൽ ഒരു അത്യാവശ്യമായിട്ട് പോവുകയും ചെയ്തു. പിന്നെ നേരെ ഞാനാണ് കിച്ചണിൽ കയറിയത്. നമ്മളെ വീട്ടിലെ കോവയ്ക്കൊക്കെ പിച്ചിയെടുത്തില്ല, അതൊക്കെ നല്ല മെഴുക്ക് വരട്ടി. നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു.
ഇപ്പം തന്നെ സമയം ഉച്ചയായിട്ടുണ്ട്. കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ സമയം പോണത് അറിയത്തേയില്ല. അവളുടെ കളിയും ചിരിയും പിന്നെ അവളെ കുറുക്കുടുപ്പും കുളിപ്പിക്കലൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവും. ഇന്ന് ഉച്ചത്തേക്ക് നല്ല മുളവിട്ട കറിയും പുളിശ്ശേരി കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഫുഡും കഴിക്കുമായിരുന്നു. കാരണം എനിക്ക് വിശപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ചെന്നപ്പോൾ നമ്മളെ കാത്തുമ്മയാണെങ്കിൽ അവിടെ കിടന്ന് നല്ല കളി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും കൂടെ അങ്ങ് ചേർന്നു. കാത്തുവിന് കളിക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ. കാത്തുവാണെങ്കിൽ ആ ടെഡീനെ എടുത്ത് വെച്ച് അങ്ങ് കടിയായിരുന്നു. നമ്മൾ ആ ടെഡി അങ്ങനെ കടിക്കാനൊന്നും കൊടുക്കത്തില്ല, കാരണം അതിൻ്റെ പൂടയൊക്കെ വായി കയറും. ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കത്തേ ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഒറ്റയ്ക്ക് കിടന്നുകൊണ്ടെടുത്ത് കയ്യിൽ കൊടുത്തതാണ്. അങ്ങനെ ഞാനും കാത്തും കൂടെ അവിടെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.